പ്രിയ ദൈവജനമേ, മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വലിയ അനുഭവങ്ങളുമായി തിരിച്ചെത്തിയ ശിഷ്യന്മാരെ അല്പം സ്വസ്ഥമായിരിക്കാൻ കർത്താവ് ഒരിടത്തേക്ക് ക്ഷണിക്കുന്നു. വിശ്രമം എന്നത് ആലസ്യത്തിനല്ല, മറിച്ച് ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുത്താനാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓടിത്തീർക്കുന്ന ജീവിതത്തിനിടയിൽ കർത്താവിൻ്റെ അടുത്ത് അല്പനേരം ഇരിക്കാൻ നമുക്കാകുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം. അവിടുത്തെ സ്നേഹ സാന്നിധ്യത്തിൽ നാം കണ്ടെത്തുന്ന വിശ്രമമാണ് നമുക്ക് വീണ്ടും മുന്നേറാനുള്ള ഊർജം നൽകുന്നത്. ശാരീരികമായ തളർച്ചയേക്കാളുപരിയായി ആത്മാവിൻ്റെ നവോന്മേഷമാണ് കർത്താവ് തൻ്റെ സ്നേഹിതർക്കായി കരുതി വച്ചിരിക്കുന്നത്. സഭയുടെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും കുടുംബത്തിൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവരും ഈ ദൈവിക വിശ്രമം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ ആ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവായ യേശുവിൻ്റെ ഉള്ളിൽ കരുണയാണ് നിറഞ്ഞത്. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അലയുകയാണെന്ന് കണ്ട അവിടുന്ന് അവരെ പഠിപ്പിക്കാനും അവർക്ക് ആത്മീയ ഭക്ഷണം നൽകാനും ആരംഭിച്ചു. അവിടുത്തെ കരുണ കേവലം വികാരമല്ല, പ്രത്യുത മനുഷ്യൻ്റെ ആഴമേറിയ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന സ്നേഹമാണ്. അനന്ത സ്നേഹത്തിൻ്റെ ഉറവിടം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏകാന്തകളിലും സങ്കടങ്ങളിലും താങ്ങായി നിൽക്കുന്ന ഒരു വലിയ നല്ല ഇടയൻ നമുക്കുണ്ടെന്ന സത്യം നമുക്കൊക്കെ ആശ്വാസം പകരട്ടെ. ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നമ്മെ പിന്തുടരുന്ന ഈ ദിവ്യ സ്നേഹം നമ്മെ പുതുസൃഷ്ടികളാക്കി മാറ്റുന്നു. കർത്താവിൻ്റെ ഈ കരുണ അനുഭവം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കായി കരുണ കാട്ടാനുള്ള പ്രേരണയായി, അവസരങ്ങളായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ. ആമേൻ.